ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ബ്രഹ്മഖണ്ഡത്തിലെ ആദ്യ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യ ശ്ലോകത്തിൽ ഗണപതിയെ വന്ദിച്ച ശേഷം 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് സ്തുതിക്കുന്നത്. ശ്ലോകം: നമോ ദേവായ കൃഷ്ണായ ജഗന്നാഥായ വിഷ്ണവേ സർവവിഘ്നഹരായൈവ പരസ്മൈ ബ്രഹ്മണേ നമഃ. പദാനുപദ അർത്ഥം: നമോ ദേവായ കൃഷ്ണായ, പ്രകാശസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന് നമസ്കാരം. ജഗന്നാഥായ വിഷ്ണവേ, ലോകത്തിൻ്റെ നാഥനും സർവവ്യാപിയുമായ വിഷ്ണുവിന് നമസ്കാരം. സർവവിഘ്നഹരായൈവ, എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവനായ പരസ്മൈ ബ്രഹ്മണേ നമഃ, പരബ്രഹ്മസ്വരൂപനായ അവിടത്തേക്ക് നമസ്കാരം. വിശദീകരണം: ബ്രഹ്മവൈവർത്ത പുരാണം പ്രധാനമായും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമോന്നത ഭാവത്തെയാണ് ഉയർത്തി കാട്ടുന്നത്. ഈ ശ്ലോകത്തിൻ്റെ പ്രസക്തി ഇനി പറയുന്നവയാണ്. 1. കൃഷ്ണൻ പരബ്രഹ്മം. ഇവിടെ കൃഷ്ണനെ വെറുമൊരു അവതാരമായല്ല, മറിച്ച് പരബ്രഹ്മം, സുപ്രീം റിയാലിറ്റി ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ചൈതന്യം അദ്ദേഹമാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. 2. ജഗന്നാഥൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്നത് ആ ഭഗവാനാണെന്നും അദ്ദേഹം വിഷ്ണുവായി സർവത്ര വ്യാപിച്ചു നിൽക്കുന്നുവെന്നും ശ്ലോകം ഓർമ്മിപ്പിക്കുന്നു. 3. രണ്ടാം വന്ദനം. ആദ്യ ശ്ലോകത്തിൽ വിഘ്നേശ്വരനെ വന്ദിച്ച ശേഷം സർവവിഘ്നങ്ങളെയും വേരോടെ പിഴുതെറിയാൻ കഴിവുള്ള പരമാത്മാവായ കൃഷ്ണനെ വന്ദിക്കുന്നതിലൂടെ ഗ്രന്ഥരചനയുടെ പൂർണ്ണത ഉറപ്പാക്കുന്നു. 4. ഭക്തിയുടെ പാത. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയമായ കൃഷ്ണഭക്തിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ഈ ശ്ലോകം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.